പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊന്നും വീടുകളിലും നമ്മുടെയൊന്നും പൊതുനിരത്തുകളിലൊന്നും നമ്മുടെ ജീവന് യാതൊരു സുരക്ഷയുമില്ലെന്നുള്ളത് മനസ്സിലാക്കിയൊരു സംഭവമാണ് ഇന്ന് രാവിലെ നമ്മളെല്ലാം കേട്ട വാർത്ത. കോട്ടയം തിരുവാതിക്കൽ നമ്മുടെ തൊട്ട് സമീപത്ത് നടന്ന ഒരു അരുംകൊല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത കേട്ടപ്പോൾ തൊട്ട് നമ്മൾ ഞെട്ടിപ്പോയ സംഭവമാണ്. നമ്മുടെ നാടുകളിൽ പലതവണ ഇതുപോലെ കൊലപാതകങ്ങൾ, അതിക്രൂരമായ കൊലപാതകങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്തത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ എത്രയൊക്കെ ആയിട്ടും നമ്മൾ വീണ്ടും അതിഥികളെന്നും പറഞ്ഞ് ഇവരെ വിളിച്ച് ആദരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം നഗരത്തിലെ പ്രമുഖ വ്യവസായിയും കോട്ടയത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഹോട്ടലുമായ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഉടമ വിജയകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ മീരയും തിരുവാതിക്കലുള്ള ശ്രീവത്സം എന്ന വീട്ടില് അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത്. അത് തിരുവാതിക്ക വഴി പോകുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. അത്രയ്ക്കും തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വീടാണ് ശ്രീവത്സം എന്ന വീട്. ഒരു 10 അടിയോളം ഉയരമുള്ള മതില്, റിമോട്ട് സംവിധാനമുള്ള ഗേറ്റ്, ഇതൊക്കെ ഉണ്ടായിട്ടും അവർ രാത്രിയിൽ ആ വീട്ടില് അവർ കൊല ചെയ്യപ്പെട്ടു. അതും ഒരു അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ കൊല ചെയ്തെന്നാണ് ഇത്ര നേരമായിട്ടും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തിരുവാതിക്കലെ വീട്ടില് ഇന്നലെ രാത്രിയിൽ എന്താ സംഭവിച്ചെന്നുള്ളത് പോലീസിന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്, തിരുനക്കരയിലെ ഇന്ദ്രപ്രസ്ഥത്തിലെ ജോലികൾ തീർത്ത് രാത്രി 10 മണിയോടുകൂടി വിജയകുമാർ തന്റെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ഇതര സംസ്ഥാനക്കാരനാണ് വീടിന്റെ ഗേറ്റ് തുറന്നു കൊടുത്തത്. ഈ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയ അദ്ദേഹം ഉറങ്ങാനായി പോയി. റിമോട്ട് ഘടിപ്പിച്ച ഗേറ്റും 24 മണിക്കൂർ CCTVയുടെ നിരീക്ഷണത്തിന് കഴിയുന്ന വീട്ടിനുള്ളിൽ സുരക്ഷിതമായാണ് അദ്ദേഹം ഉറങ്ങാൻ കിടന്നത്. അർദ്ധരാത്രിക്ക് ശേഷമാണ് പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളി വീടിന്റെ തെക്ക് ഭാഗത്തെ ഗേറ്റ് ചാടിക്കിടന്ന് ഉള്ളിൽ പ്രവേശിച്ചത്. ഇവിടെ നിന്ന് ഇയാൾ നേരെ പോയത് വീടിന്റെ പ്രധാന വാതിലിലേക്കായിരുന്നു. വാതിലിനോട് ചേർന്നുള്ള ചെറിയ ജനവാതിലിന്റെ ഒരു കൊളുത്ത് മാത്രമാണ് വിജയകുമാർ ഇട്ടിരുന്നത്. പുറത്തുനിന്നും ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ജനൽവാതിലിന്റെ കൊളുത്ത് ഇളക്കി മാറ്റി അതിനുശേഷം ആ ജനൽവാതിലിനൂടെ ഉള്ളിൽ കൈയിട്ട് പ്രധാന വാതിൽ തുറന്നു. ഈ പ്രധാന വാതിലിന്റെയും ഒരു കുറ്റി മാത്രമാണ് വിജയകുമാർ ഇട്ടിരുന്നത്. ഇതിനുശേഷം വീട്ടിനുള്ളിലേക്ക് കയറിയ പ്രതി ആദ്യം വീടിന്റെ സ്റ്റോർറൂമിലെത്തി. അവിടെ നിന്നും കോടാലി കൈക്കലാക്കി വിജയകുമാറിന്റെ ഭാര്യ മീരയുടെ മുറിയിലെത്തി. കിടന്നുറങ്ങിയായിരുന്ന മീരയുടെ തലയിൽ കോടാലി കൊണ്ട് ആഞ്ഞു അടിച്ചു. തലയോട്ടി തകർത്ത ശേഷം തൊട്ടപ്പുറത്തെ മുറിയിലെത്തി വിജയകുമാറിന്റെ തലയിലും കോടാലി കൊണ്ട് ആഞ്ഞടിച്ചു. ഇരുവരുടെയും തലയോട്ടികൾ ചിതറിയ നിലയിലാണ്. 3 മൊബൈൽ ഫോണും CCTVയുടെ DVRുമായിട്ടാണ് പ്രതി ഇവിടുന്ന് സ്ഥലം വിടുന്നത്. എന്നാൽ ഇതൊക്കെയായിട്ടും നാട്ടുകാർക്കും കുറെ ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ വീട്ടിൽ നിന്ന് ഈ അന്യസംസ്ഥാന തൊഴിലാളി യാതൊന്നും മോഷ്ടിച്ചില്ല. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജയകുമാറും ഈ അന്യസംസ്ഥാന തൊഴിലാളിയും തമ്മിലുള്ള വൈരാഗ്യം എന്ന് പറയുന്നത്. എന്നാൽ ആ വൈരാഗ്യം ഇത്ര അതിക്രൂരമായി കൊല ചെയ്യാനുള്ള സാഹചര്യമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൂടാതെ ഇവരുടെ വീട്ടിലെ ഒരു നായയെ കുറച്ചു നാൾ മുമ്പ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അതോടൊപ്പം തന്നെ മറ്റൊരു നായയെ മയക്കി കിടത്തിയിട്ടാണ് ഈ വീട്ടിൽ കയറുന്നത്. ഇതൊക്കെ നാട്ടുകാർക്ക് ഒരുപാട് സംശയങ്ങൾ ഉളവാക്കി. കൂടാതെ അതിക്രൂരമായ ഈ കൊലപാതകം രാവിലെ അറിഞ്ഞത് 8:45ഓടെയാണ്. സിരിവാർപ്പ് സ്വദേശിനിയായ ജോലിക്കാരി രാവിലെ വിജയകുമാറിന്റെ വീട്ടിൽ 8:30ഓടെയാണ് എത്തിയത്. വയോധികനും കേൾവിക്കുറവ് ആളുമായ ഇതര സംസ്ഥാന സെക്യൂരിറ്റി ജീവനക്കാരൻ വീടിന്റെ പ്രധാന ഗേറ്റിന് സമീപത്തെ ചെറിയ ഗേറ്റ് തുറന്നു നൽകി. ഈ ഗേറ്റ് വഴിയാണ് ജോലിക്കാരി വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. വീടിന്റെ ഹാളിന് സമീപത്തെ ഇടതുവശത്തെ മുറിക്കുള്ളിൽ പൂർണ്ണ നഗ്നനായി തലക്കടിയേറ്റ നിലയിലാണ് വിജയകുമാറിന്റെ മൃതദേഹം രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. ഷെയർകേസ് സമീപത്തോടുകൂടി വലതുവശത്തുള്ള മുറിയിൽ പൂർണ്ണ നഗ്നമായ രീതിയിൽ ഡോക്ടർ മീരയുടെ മൃതദേഹവും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. അതിദാരുണമായ സംഭവം കണ്ട് ഞെട്ടിയ ജോലിക്കാരി പുറത്തേക്കിറങ്ങി വീടിന് മുന്നിലെ കടയിലെത്തി അവരോട് അലറി വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അവരന്നേരം തന്നെ കോട്ടയം വെസ്റ്റ് പോലീസിൽ അറിയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 3 മണിയോടുകൂടിയാണ് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിനുശേഷമാണ് മകന്റെ കേസന്വേഷിക്കുന്ന CBI സംഘം ഈ തിരുവാതിക്കര എത്തുകയും അവിടെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഇത് ശരിക്കും ഈ അന്യസംസ്ഥാന തൊഴിലാളി തന്നെയാണോ ഈ കൊല ചെയ്തത്?
അതുപോലെ ഏതോ ഇനി മറ്റുള്ള എന്റെ ഒരു ഞാൻ ഇന്ന് വാർത്ത മുഴുവൻ കേട്ടപ്പോഴത്തേന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കൊട്ടേഷൻ വർക്ക് തന്നെയാണ്. കാരണം ഈ അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറയുന്ന ആള് ഒരു ബലിയാടാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം മിക്ക സ്ഥലത്തും കൊലപാതകങ്ങൾ നടക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ച് ജയിലിലോട്ടിടും. പിന്നെ അതോടുകൂടി കേസിന്റെ അന്വേഷണവും കാര്യങ്ങളും എല്ലാം തീർന്നു. എന്നാൽ കുറച്ചുനാൾ മുമ്പ് ഈ വിജയകുമാറിന്റെ ഒരു മകൻ ആക്സിഡന്റായി മരിച്ചെന്നും പറഞ്ഞാണ് ഒരു വാർത്ത പൊതുവെ പ്രചരിച്ചത്. പക്ഷെ അതൊരു കൊലപാതകമാണെന്നുള്ളത് 2017 ജൂൺ 2 വിജയകുമാറിന്റെ മകന്റെ ദുരൂഹ ആത്മഹത്യ. പുളിമൂട് ജംഗ്ഷനിലുള്ള സുഹൃത്തിനെ കാണാൻ വേണ്ടിയായിരുന്നു മകൻ ഗൗതം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ പുലർച്ചെയായിട്ടും വീട്ടിലെത്തിയില്ല. ഉടൻ തന്നെ വിജയകുമാർ പോലീസിൽ പരാതിയും നൽകി. 8 മണിയോടുകൂടി തന്റെ കൂടെ നിന്നും ഗൗതം മടങ്ങിയെന്നാണ് സുഹൃത്ത് അറിയിച്ചത്. എന്നാൽ പരാതി അവ്യക്തമായിരുന്നു. അടുത്ത ദിവസം തന്നെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. ഇൻക്വസ്റ്റിലടക്കം കഴുത്തിലെയും നെഞ്ചിലെയും മുറിവ് വ്യക്തമായിരുന്നു. ബോക്സ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള മുറിവുകളാണ് ശരീരത്തിൽ കൂടെ ഉണ്ടായിരുന്നത്. കാറിനുള്ളിൽ നിറയെ രക്തക്കറകളും ഉണ്ടായിരുന്നു. ഈ മുറിവുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഗൗതമിന് ഒരു അസുഖം ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ മാനസിക വിഷമത്തിൽ ആത്മഹത്യ ചെയ്തെന്നുമാണ് പോലീസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്നാൽ തന്റെ മകനെ ചിലർ കൊന്നതാണെന്ന് വിജയകുമാർ ഉറച്ചു വിശ്വസിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയത്. അതിന്റെ CBI അന്വേഷണം എത്തിയതോടുകൂടി പ്രതികൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഈ സമയത്താണ് വിജയകുമാറിന്റെ ഭാര്യയുടെയും ദുരൂഹ മരണവും കൂടെ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു പ്ലാൻഡ് കൊട്ടേഷൻ കൊലപാതകമാകാനാണ് സാധ്യത. കാരണം മകന്റെ കൊലയാളികൾ വെളിയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കൊലപാതകവും. അപ്പം അന്യസംസ്ഥാന തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെച്ച് അവന്റെ കുടുംബത്തിന് ലക്ഷങ്ങൾ കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കൊലപാതക കൃത്യത്തിന് കൂടുതൽ ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിക്കുന്നത്. വിജയകുമാറിന്റെയും ഭാര്യയുടെയും ക്രൂര കൊലപാതകത്തിന് പിന്നിൽ അന്യസംസ്ഥാന തൊഴിലാളിയാണെന്ന് പറയുമ്പോഴും ആ പ്രതിക്ക് ഇവരോടുള്ള വൈരാഗ്യത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം പോലീസ് പറയുന്നത് ആസാം സ്വദേശിയായ അമിത് ആണ് പ്രതി എന്നാണ് പോലീസുകാർ പറയുന്നത്. അമിത് തിരുനക്കര ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലെ ജീവനക്കാരനും അദ്ദേഹത്തിന്റെ വിശ്വസ്തനുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 2.40 ലക്ഷം രൂപ പല തവണയായി അമിത് തട്ടിപ്പിലൂടെ സ്വന്തമാക്കി. ഇത് സംബന്ധിച്ച് വിജയകുമാർ വെസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ആസാമിൽ ചെന്ന് അമിതിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് കോട്ടയത്ത് കോടതി ഹാജരാക്കി റിമാൻഡും ചെയ്തു. ഈ ഏപ്രിൽ 3 വരെ അമിത് കോട്ടയം സബ് ജയിലിൽ റിമാൻഡിലായിരുന്നു. ഇതാണ് വൈരാഗ്യമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇതൊന്നുമല്ല, സത്യം പിന്നെയും മറഞ്ഞിരിക്കുന്നു. ഈ ഒരു കേസും കാരണമാണ് ഈ അതിക്രൂരമായ കൊലപാതകമെന്ന് ആരും വിശ്വസിക്കത്തില്ല. കാരണം അത്രയ്ക്കും പൈശാചികമായ രീതിയിലാണ് ഇവരെ കൊലപ്പെടുത്തിയത് തന്നെയല്ല, ആ വീട്ടിൽ മോഷണങ്ങളോ ഒന്നും നടന്നിട്ടുമില്ല. അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കാനായി DVRും അതുപോലെ ഇവരുടെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് പോയത് എന്തിനാണുള്ളത്, അതിന്റെ ഉത്തരം മനസ്സിലാകേണ്ടതുണ്ട്. നമ്മുടെ ഈ കൊച്ചു കോട്ടയത്ത് ഇതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്തിടയിലൊക്കെ ഒരുപാട് അക്രമങ്ങൾ അങ്ങ് പെരുകിയിരിക്കുകയാണ്. പോലീസ് മേധാവികൾ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരൊക്കെ കഞ്ചാവ് പിടിക്കാനും മറ്റുള്ളതിനൊക്കെ ഇതുപോലെ ഇന്നലെ കോട്ടയത്തുണ്ടായ ഒരു സംഭവം, കത്തിക്കുത്ത്, അങ്ങനെ ഒരു അക്രമ സംഭവങ്ങൾ കോട്ടയത്ത് അരങ്ങേറി ജനങ്ങളെ മുഴുവൻ ഭീതിയിലാക്കി. കുറച്ചാൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അക്രമം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവനൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നതിന്റെ യാതൊരു രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ക്യാമ്പിലൊക്കെ എത്ര പേര് ഇടയ്ക്കൊരു ഇങ്ങനെ എന്തെങ്കിലും ഒരു അക്രമം നടക്കുന്ന സമയത്ത് പിന്നെ ഭയങ്കര പ്രവർത്തനം. ഈ ഒരാഴ്ചത്തേന് അന്യസംസ്ഥാന തൊഴിലാളികളെ ഭയങ്കര നിരീക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന് 1-2 ജീവൻ പോയി കഴിയുമ്പോൾ മാത്രമേ പോലീസ് അധികാരികൾ ഉണരത്തുള്ളൂ, അവർ ഓടി നടക്കത്തുള്ളൂ. കുറച്ചുനാൾ മുമ്പ് നമ്മളെല്ലാം കേട്ടാണ് തിരുവഞ്ചൂര് നടന്ന കൊലപാതകം.
പാല് കൊടുത്ത് കൈക്ക് തന്നെ കടിക്കുന്നവരാണ് ഈ അന്യസംസ്ഥാന തൊഴിൽ. അതാരും മനസ്സിലാക്കാതെ പോകുന്നുള്ള കുറെ ഭയങ്കര എത്ര കൊണ്ടാലും കേട്ടാലും പഠിക്കാത്ത ഒരാൾക്കാരെന്ന് പറഞ്ഞാൽ മലയാളികളാണ്. കാരണം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഇവനൊക്കെ പാവം കളിച്ച് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഹോട്ടലിലൊക്കെ നിൽക്കുന്നതാണെങ്കിലും നമ്മൾ നോക്കുമ്പോഴത്തേന് ഇവനൊക്കെ വെറും പാവമായിരിക്കും. പക്ഷെ ഇവന്റെയൊക്കെ ഉള്ളിൽ ഇവനൊക്കെ സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അതുപോലത്തെ ക്രിമിനലുകളാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇവന് വന്നു കഴിയുമ്പോഴത്തേന് ഇവർക്ക് വേണ്ട എല്ലാവിധ സംവിധാനമാണ് നമ്മുടെ സർക്കാർ കൊടുക്കുന്നത്. അവന് വേണ്ട എല്ലാ കാര്യങ്ങളും വീട്ടിൽ TV അടക്കം ഫുഡ് അടക്കം എല്ലാം കൊടുത്ത് ഇവനെ അങ്ങ് സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ഇവനൊക്കെ ചെയ്യുന്ന കാട്ടായം കണ്ടു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ഈ നാട്ടിൽ നിന്ന് എന്ന് തല്ലി ഓടിക്കുന്നു അന്ന് നമ്മുടെ നാട് രക്ഷപ്പെടത്തുള്ളൂ. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ അങ്ങ് അഴിഞ്ഞാടുകയാണ്. അതിന് ഒരു അറുതി വരുത്താൻ നമ്മളെ ആരെക്കൊണ്ടും പറ്റുവരാത്ത വിധം അവരങ്ങ് വളർന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ കൊലപാതകം വരാൻ പോകുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളിയുടെ പേരിലേക്ക് ഒരു കേസ് ചാർജ് ചെയ്ത് അവനെ പിടിച്ചകത്തിടും. അല്ലാതെ ഇതിന്റെ അകത്തുള്ള ശരിക്കുള്ള കേസ് സംബന്ധം അദ്ദേഹത്തിന്റെ മകൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്നോ അതോ ഈ കുടുംബം മുഴുവൻ പൂർണ്ണമായിട്ട് ഈ കുടുംബത്തിനെ എങ്ങനെ തീർത്തെന്നോ ഒന്നും ഇതിനെപ്പറ്റിയുള്ള ബാക്കിയുള്ളവരുടെ പേര് വിവരങ്ങളൊന്നും വെളി വരാൻ പോകുന്നില്ല. കാരണം ഈ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയിലേക്ക് ഈ കേസ് ഒതുങ്ങുമെന്നുള്ളത് തീർച്ചയാണ്.